സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. സകല മനുഷ്യാവകാശങ്ങളുടെയും ആത്മാവ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിലും നിലപാടുകളിലുമാണ്. വർത്തമാനകാലം മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും കേൾക്കുന്നത് തന്നെ 18ാം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. രാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നത്, ദേശരാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നതും പൗരന്മാരുണ്ടാകുന്നതും പൗരാവകാശങ്ങൾ ഉണ്ടാകുന്നതുമെല്ലാം 18ാം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. റിനൈസൻസ്, നവോത്ഥാനം എന്നൊരു പദം തന്നെ വർത്തമാന ലോകം ചർച്ച ചെയ്യുന്നത് 18ാം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. തൊഴിലാളികൾ ഉണ്ടാകുന്നതും അവകാശങ്ങൾ ഉണ്ടാകുന്നതും മനുഷ്യാവകാശ ദിനങ്ങൾ ഉണ്ടാകുന്നതും തൊഴിലാളി ദിനങ്ങൾ ഉണ്ടാകുന്നതുമെല്ലാം ആധുനിക ലോകം അതിനെക്കുറിച്ച് ആലോചിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും തീരുമാനമെടുക്കുന്നതുമെല്ലാം 18ാം നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രമാണ്. മെയ് 1 ലോക തൊഴിലാളി ദിനമായിട്ട് ആളുകൾ ആചരിക്കാറുണ്ട്. ലോകം അത് ആചരിക്കാറുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പോരാട്ടങ്ങൾ നയിച്ച ഒരു ദിനമാണ് മെയ് 1 എന്ന തീയതിയിൽ നിന്നുകൊണ്ടാണ് ആ തീയതി ലോക തൊഴിലാളി ദിനമായി ആചരിക്കപ്പെടുന്നത്. 1886 ചിക്കാഗോയിൽ നടന്ന തൊഴിലാളി വർഗ സമരങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മെയ് 1 ആ തീയതിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ മനുഷ്യാവകാശങ്ങൾ വർത്തമാന ലോകം ചർച്ച ചെയ്യുന്നതിനും ആലോചിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കുകയും ആ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുകയും ആ അവകാശങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും കൊടുക്കുകയും നൽകുകയും ചെയ്യുന്നവനാണ് വിശ്വാസി എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകളുണ്ട്. ഇസ്ലാം എത്ര സുന്ദരമാണ്! ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും എന്ന് പറയുന്നത് അധ്വാനത്തോട് ഇസ്ലാമിന്റെ, തൊഴിലിനോട് ഇസ്ലാമിന്റെ സമീപനങ്ങൾ എന്താണ്? ആളുകൾ സമ്പത്ത് നേടാൻ കുറുക്കു വഴികൾ അന്വേഷിക്കുന്ന ഒരു കാലമാണ്. പണമുള്ളവനാണ് മാന്യതയുള്ളവർ എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു കാലമാണ്. മോട്ടിവേഷൻ സ്പീക്കർമാർ പൊതുവെ പറയുന്ന ഒരു വാക്കുണ്ട്: പണമില്ലാത്തവൻ അവനൊരു വെറുമൊരു പിണമാണ്. പണമുള്ളവനാണ് സമൂഹത്തിൽ വിലയുള്ളത് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് പണത്തെ സംബന്ധിച്ച്, ധനത്തെ സംബന്ധിച്ച് ഖുർആനിന്റെ പ്രയോഗം തന്നെ മാലുള്ള, അത് അള്ളാഹുവിന്റേതാണ് എന്നതാണ്. വെള്ളിയാഴ്ചകളിൽ ആരാധനകൾ നിർവഹിച്ചതിന് ശേഷം അവരോട് ഖുർആൻ പറയുന്നത് തന്നെ വബ്തഉ മിൻ ഫളില്ല, നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഫളിൽ നേടിക്കൊണ്ട് യാത്ര തേടിപ്പിടിക്കണമെന്നാണ് സൂറത്ത് ജുമഅയിൽ തന്നെ ഖുർആൻ നടത്തുന്ന പ്രയോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരിക്കൽ യാചിച്ചുകൊണ്ട് ഒരു യാചകൻ വരികയുണ്ടായി. പ്രവാചകൻ അദ്ദേഹത്തോട് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വ്യത്യസ്ത സമീപനങ്ങൾ സ്വീകരിക്കാമായിരുന്നു. നമ്മളൊക്കെ പൊതുവെ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. ഒരാൾ നമ്മുടെ മുന്നിൽ കൈകൾ നീട്ടുന്നു, നമ്മുടെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് കൊടുക്കുന്നു. നമ്മുടെ വീട്ടിലൊരാൾ വരും, നമ്മൾ അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അയാൾക്ക് എന്തെങ്കിലും ചെറിയ സാമ്പത്തിക സഹായം ചെയ്യുന്നു, അത് തിരിച്ചു പോകുന്നു. തൊട്ടടുത്ത വീട്ടിൽ അയാൾ യാചനക്ക് ചെല്ലുന്നു. പ്രവാചകന്റെ മുന്നിലേക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന സമീപനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് യാചിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബികളോട് ഒരു മഴ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു, അതിന്റെ ഉപകരണങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു.
റസൂലുള്ളാഹിന്റെ കയ്യിൽ അത് കിട്ടുമ്പോ ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൊടുത്തിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. മാ അകല അഹദുൻ തആമൻ ഖത്തുൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. നിന്റെ കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കുന്ന ഭക്ഷണത്തെക്കാളും ഉത്തമമായ ഒരു ഭക്ഷണം ഒരാളും കഴിക്കുന്നില്ല. നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഖൈറായ, ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം എന്ന് പറയുന്നത് അന്യരെ പറ്റിച്ചും അന്യരുടെ മുന്നിൽ യാചിച്ചും നീ കഴിക്കുന്ന ഭക്ഷണത്തെക്കാളേറെ നിന്റെ കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് ഇമാം ബുഖാരി ഉദ്ധരിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നു. പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്ത് ദാവൂദ് നബിയുടെ പ്രത്യേകത പറയുന്നത് കാന ലാ യഅകുലു ഇല്ലാ മൻ അമല യദിഹി. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൊണ്ട് നേടിയ ഭക്ഷണമല്ലാതെ കഴിച്ചിരുന്നില്ല, അധ്വാനത്തിന്റെ വിലയല്ലാതെ ഭക്ഷിച്ചിരുന്നില്ല. യാചന ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത, അംഗീകരിക്കാത്തൊരു മതമാണ്. മറ്റുള്ളവരുടെ ഔദാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനല്ല വിശ്വാസി. മറ്റുള്ളവരുടെ ഔദാര്യങ്ങൾക്ക് മുന്നിൽ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഇസ്ലാം ഒരിക്കലും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നേയില്ല. നമ്മുടെ നാട്ടിലെ സക്കാത്ത് സംവിധാനങ്ങളുണ്ട്. എന്തിനാണ് ഇസ്ലാമിൽ സക്കാത്ത് സംവിധാനം നിലനിർത്തി അല്ലെങ്കിൽ നിശ്ചയിച്ചത്? പ്രവാചകന്റെ കാലഘട്ടത്തിൽ സക്കാത്ത് നിർബന്ധമാക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സക്കാത്ത് തടയുന്നു ചില ആളുകൾ. ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ സക്കാത്ത് നൽകില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അമീറായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഒന്നാമത്തെ തീരുമാനം ഞാൻ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്നാണ്. യുദ്ധം പ്രഖ്യാപിക്കുന്നു, സക്കാത്ത് നിർബന്ധമാക്കി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം ഇസ്ലാം വികസിക്കുന്നു. സക്കാത്ത് വാങ്ങാൻ അവകാശികളില്ലാതെ സക്കാത്ത് മുതലുകൾ ബൈത്തുൽ മാലിൽ നിറഞ്ഞു നിന്ന ഇസ്ലാമിക ചരിത്രം ഉണ്ടാകുന്നു. സക്കാത്ത് എന്ന് പറയുന്നത് ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുന്നു, തൊഴിലില്ലായ്മകളെ തുടച്ചു നീക്കുന്നു. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ അങ്ങനെയാണ്. കമ്മ്യൂണിസം കടന്നു വരുന്നു. കാരണം അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലെ സമ്പന്നരെയാണ്. ആ സമ്പന്നരുടെ അരമനകളിൽ സ്വത്തുകൾ തടിച്ചുകൂടുന്നു. പാവപ്പെട്ടവർ ദാരിദ്ര്യത്തിന്റെ ആഴങ്ങളിൽ എന്നും വീഴുന്നു. ആ സമ്പന്നർക്കെതിരെ, മുതലാളിമാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് കമ്മ്യൂണിസം കടന്നു വരുന്നതും കമ്മ്യൂണിസ്റ്റ് രക്ഷയുണ്ടാകുന്നതും. നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം അതിനുശേഷം ആ രാജ്യത്തുണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചും എങ്ങനെയാണ് നിലപാടുകൾ പിന്നീട് മാറ്റപ്പെട്ടത് എന്നതുമെല്ലാം നമുക്കറിയാം. അതൊരു പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ദൈവികമായ ഒരു ദർശനമാണ്. മനുഷ്യരെ സൃഷ്ടിച്ച മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന, അവരുടെ നിലപാടുകളെ തീരുമാനിക്കാൻ കഴിയുന്ന സർവാധിനാഥനായ അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മെയ് 1 തൊഴിലാളികളുടെ അവകാശ പോരാട്ട വിജയമായി ആളുകൾ കൊണ്ടാടുന്നു. ഇസ്ലാം ഒരു വർഷത്തിൽ ഒരു ദിവസം തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ച ഒരു മതമല്ല. മനുഷ്യായുസ് മുഴുവൻ തൊഴിലാളി വർഗത്തിന്റെയും മുഴുവൻ മനുഷ്യരുടെയും അവരവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന മുഴുവൻ മനുഷ്യരുടെയും കൂടെ നിന്ന് അവരെ കൈപിടിച്ചുയർത്തുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മാന്യവും കുറ്റകരവുമല്ലാത്ത ദീനിൽ ഹലാലായ ഏത് ജോലിക്കും അതിന്റേതായ മഹത്വമുണ്ട്. ജോലി തൊഴിലാളികൾക്കിടയിൽ, ജോലിക്കാർക്കിടയിൽ വിവേചനങ്ങൾ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ തൊഴിലിന്റെ പേരിൽ വിവേചനം നേരിടുന്നവരുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളുടെ പേരിൽ വിവേചനം നേരിടുന്ന മനുഷ്യരുണ്ട്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും അത്തരം നിലപാടുകളുള്ള ആളുകളാകാൻ പാടില്ല, കഴിയില്ല. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആചാര്യപ്പണി ചെയ്യുന്ന പ്രവാചകന്മാരുണ്ട്, കൊല്ലപ്പണിക്കാരായ പ്രവാചകന്മാരുണ്ട്. ആടിനെ മേയ്ക്കുകയും കച്ചവടം നടത്തുകയും വിറക് ശേഖരിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരുടെ വ്യത്യസ്തങ്ങളായ തൊഴിലുകളെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകൾ, ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഭരണാധികാരികളായ പ്രവാചകന്മാരുണ്ട്, നാട് ഭരിച്ച ഭരണാധികാരികളുണ്ട്. എന്നാൽ നാട് ഭരിക്കാൻ പോലും കഴിയാതെ ഒരാൾ പോലും കൂടെ നിൽക്കാത്ത അമ്പിയാക്കന്മാരെ പറ്റിയും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്നോ തൊഴിലിന്റെ പേരിൽ ആളുകൾ വിവേചനം ഉണ്ടാക്കുന്നു. അവൻ ഇന്ന ഒരു കല്യാണം ആലോചിക്കുമ്പോൾ അവന്റെ വാപ്പ ഇന്ന തൊഴിൽ ചെയ്യുന്നവരാണ്, അവൻ ഇന്ന ജോലി ചെയ്യുന്നവനാണ്, അവൻ ഇന്ന തറവാട്ടുകാരാണ്, അവൻ ഇന്ന പാരമ്പര്യമുള്ളവരാണ്. തൊഴിലിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നവർ, വിവേചനം ഉണ്ടാക്കുന്നവർ എങ്ങനെയാണ് ഇസ്ലാമിന്റെയും സഹിഷ്ണുതയുടെയും ആളുകളാണ് എന്ന് അത്തരം ആളുകൾക്ക് പറയാൻ കഴിയുക? തൊഴിലിന്റെ പേരിൽ ഉച്ചനീചത്വങ്ങളും വിവേചനങ്ങളും ഉണ്ടാകാൻ പാടില്ല. ജോലി ചെയ്യുന്നവരെ, ഏത് ജോലിയാണെങ്കിലും അതിന്റേതായ പവിത്രതകളുണ്ട്, മാന്യതകളുണ്ട്. അവരെ വില കുറച്ചു കാണാൻ പാടില്ല എന്നാണ്
ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത്. തൊഴിലാളികൾക്ക് അവരെ ജോലിക്ക് വിളിച്ചാൽ കൂലി നൽകണം. 1986 ഈ തൊഴിലാളി ദിനം ഉണ്ടാകുന്ന ദിനം ആചരിക്കുന്നതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ടായിരുന്നു. അന്ന് തൊഴിലാളികൾക്ക് അവരുടെ കൂലി നൽകുന്നതിന്റെ പേരിലും വർദ്ധിപ്പിക്കുന്നതിന്റെ പേരിലും അതോടൊപ്പം തന്നെ തൊഴിലെടുക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുന്നതിന്റെ പേരിലുമാണ് ആ പോരാട്ടങ്ങൾ ഉണ്ടായത്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഹിയിറങ്ങുന്ന പ്രവാചകൻ ആകാശ ലോകത്ത് ദിവ്യവഹിയുമായി പ്രവാചകന്റെ അടുക്കൽ കടന്നു വന്ന് ഇസ്ലാമിക സന്ദേശം പ്രചരിപ്പിച്ച ഇസ്ലാമിക സമൂഹത്തിന്റെ അടിത്തറയിട്ട പ്രവാചകൻ പറയുന്നു, അഅ്തുൽ അജീറ, നീ കൂലിക്ക് വിളിച്ച ആൾക്ക് കൂലി കൊടുക്കണം. എപ്പോ അവന്റെ അജറഹു ഖബല അൻ യജിഫ് അർഫുഹു, അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പായി, അവന്റെ ശരീരത്തിൽ ചെയ്ത ജോലിയുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പായി നീ തൊഴിലിന് വിളിച്ചവന് കൂലി കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഒരാളുമായി കരാറുണ്ടാക്കി ആ കരാർ പ്രകാരമുള്ള കൂലി അവന് നൽകിയിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു അവനെതിരെ വാദിയാകും. അള്ളാഹു വാദിക്കാൻ വരും. ആർക്കെതിരെയാണ് അള്ളാഹു വാദിക്കുന്നത്? 3 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ്. അള്ളാഹു പറയാൻ, ഞാൻ അവന് വേണ്ടി വാദിക്കും. ആർക്കു വേണ്ടിയാണ് വാദിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കും, ഒരാളെ കൂലിക്ക് വിളിക്കുന്നു, കരാറുണ്ടാക്കുന്നു, എന്നിട്ട് കൂലിക്ക് വിളിക്കുന്നു, അയാളെ കൊണ്ട് പൂർണ്ണമായി ജോലി ചെയ്യിപ്പിക്കുന്നു, എന്നിട്ടോ അയാൾക്ക് കൂലി കൊടുക്കുന്നില്ലെങ്കിൽ ആ കൊടുക്കാത്തവനെതിരെ നാളെ പരലോകത്ത് ഞാൻ വാദിയായി കടന്നു വരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തൊഴിലാളികൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചൊരു പ്രത്യയശാസ്ത്രമുണ്ടോ? തൊഴിലാളി വർഗങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിലപാടുകൾ സ്വീകരിച്ച ഒരാശയം ലോകത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? മാന്യമായി അവരോട് പെരുമാറണം. തന്റെ കീഴിലുള്ള ജീവനക്കാരോട് മാന്യമായി പെരുമാറണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ 10 കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ, പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം പോലും, ഒരിക്കൽ പോലും എന്ന് പോലും എന്നോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. തന്റെ കീഴിലുള്ള തൊഴിലാളികളോട് ഏറ്റവും മാന്യമായി പെരുമാറണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ ഈർഷ്യത കൊണ്ടുവരുന്നത് എന്ത് നന്മയാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? പ്രവാചകന്റെ പള്ളി വൃത്തിയാക്കുന്ന ഒരു സ്ത്രീ, പ്രവാചകൻ മദീനത്തെ പള്ളി ക്ലീൻ ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 2 ദിവസം അവരെ കാണാനില്ല. പള്ളി ക്ലീൻ ചെയ്യാൻ ആ സ്ത്രീ വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. അവർ മരണപ്പെട്ടു എന്ന് പ്രവാചകനോട് സ്വഹാബികൾ പറയുന്നു. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോടത് പറയാതിരുന്നത്, എന്നെ അറിയിക്കാതിരുന്നത്? പരിഭവം പ്രകടിപ്പിക്കുന്നു. പ്രവാചകൻ അവരുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇസ്ലാമിന്റെ മാനവികത എന്ന് പറയുന്നത്? ഇത്രയും മാനവികതയും മനുഷ്യാവകാശവും മനുഷ്യരോട് കാരുണ്യം കാണിക്കുന്ന ഒരു മതമുണ്ടോ? പ്രത്യയശാസ്ത്രമുണ്ടോ? ആശയങ്ങളുണ്ടോ? എന്നിട്ട് ഈ ഇസ്ലാമിന്റെ ആശയങ്ങളെ നാം പിന്നോട്ട് മാറ്റുകയും പുതിയ പുതിയ പ്രത്യയശാസ്ത്രങ്ങളെ വാനോളം ഉയർത്തുകയും ചെയ്യുന്നത് നിലപാടുകളിൽ സുതാര്യതയില്ലായ്മയാണ്. അത് സത്യസന്ധമായ നിലപാട് സ്വീകരിക്കാത്ത കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ മുതലാളിമാരുണ്ടല്ലോ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോടുള്ള സമീപനങ്ങൾ എന്താണ്? ഒരാൾ ലീവ് ചോദിച്ചാൽ, ഒരാൾ ശമ്പളം ഒരൽപ്പം ഒരു അഡ്വാൻസായി ചോദിച്ചാൽ നമ്മൾ അവരോടൊക്കെ സ്വീകരിക്കുന്ന പ്രതികരണങ്ങൾ എന്താണ് എന്നത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. ഭാരിച്ച ജോലിയാണെങ്കിൽ റസൂലുള്ളാഹി പറയുന്നു, ഭാരിച്ച ജോലിയാണ് നീ വീട്ടിൽ കൂലിക്ക് വിളിച്ചവരെ നൽകുന്നതെങ്കിൽ അവനെ സഹായിക്കാൻ നിനക്ക് ബാധ്യതയുണ്ട് എന്ന് മുതലാളിമാരോട് പറയുന്ന പ്രവാചകൻ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന നിലപാടുകൾ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ വിട്ടുവീഴ്ച നൽകാൻ കഴിയുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്, മാനസികാവസ്ഥയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, തൊഴിലാളികളോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ജോലിയിൽ നിങ്ങൾ വിശ്വസ്തനാകണം. ഒരിക്കലും അത് മുതലാളിമാരോട് വഞ്ചന കാണിക്കാൻ പാടില്ല. ഞങ്ങൾ തൊഴിലാളികളാണ്, അവകാശങ്ങൾ മുഴുവൻ ഞങ്ങൾക്കുള്ളതാണ്. അല്ല, നിങ്ങൾക്ക് അവകാശങ്ങളും ബാധ്യതകളും ഉണ്ട്. നിങ്ങളുടെ മുതലാളിമാരോട് നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. CCTV ക്യാമറകൾക്കിടയിൽ സത്യസന്ധരായി ജോലി ചെയ്യുന്നതിനേക്കാളേറെ ഒരു CCTVയും ഇല്ലെങ്കിൽ എന്നെ കാണുന്ന എന്റെ രക്ഷിതാവുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. ഞാനൊരു ചെറിയ തെറ്റ് ചെയ്താൽ ആ തെറ്റുമായി ഞാൻ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഞാനൊരു കളവ് നടത്തിയാൽ ആ കളവ് മുതലുമായി ഞാൻ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന ചിന്തയോടുകൂടി തന്റെ മുതലാളിയോട് കൂറ് കാണിക്കുവാനും വിശ്വസ്തത കാണിക്കുവാനും കഴിയുന്നവനാകണം തൊഴിലാളികൾ എന്ന്
എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയുന്നത്, മൂസാ നബി ആ പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുക്കുന്നു, കിണറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുന്നു. അവർ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് ചെന്ന്, അപ്പൊ നേരത്തെ വീട്ടിലേക്ക് എത്തിയ കുട്ടികളോട് ചോദിച്ചു, വാപ്പ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് നേരത്തെ വന്നത്? അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇന്നൊരാൾ ഞങ്ങളെ സഹായിച്ചു, അയാൾ നമുക്ക് നമ്മുടെ വീട്ടിലെ പണിക്കാരനാക്കാം. അയാൾക്കുള്ള പ്രത്യേകത എന്താ? മൂസാ നബിയുടെ പ്രത്യേകത തന്റെ വാപ്പയോട് പെൺകുട്ടികൾ പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം അൽ ഖവിയുൽ അമീൻ, ശക്തനാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, വഞ്ചന കാണിക്കാത്ത ആളാണ്. ഒരു തൊഴിലാളിയുടെ യോഗ്യതയാണ്, അവനതിന് കഴിവുണ്ടാകണം. കള്ളം പറഞ്ഞ് തൊഴിൽ നേടാൻ പാടില്ല, വഞ്ചന കാണിച്ച് തൊഴിൽ പിടിക്കാൻ പാടില്ല, തട്ടിപ്പ് പറഞ്ഞ്, കള്ളം പറഞ്ഞ്, നുണ പറഞ്ഞ് തനിക്ക് കഴിയാത്തൊരു കാര്യം നേടിയെടുക്കാൻ ആളുകളോട് കള്ളം പറയാൻ പാടില്ല എന്ന് തൊഴിലാളികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. ജോലി ചെയ്യാൻ ശാരീരികമായും മാനസികമായും പ്രാപ്തിയില്ലാത്തൊരു ഘട്ടത്തിൽ ഞാനത് ചെയ്തുകൊള്ളാം എന്ന് ഏറ്റെടുക്കാൻ പാടില്ല. അവൻ മുതലാളിയോട് വിശ്വസ്തനാകണം, സത്യസന്ധനാകണം. അർഹതയില്ലാത്തത് ഏറ്റെടുക്കാതിരിക്കുക എന്നത് തൊഴിലാളികളുടെ ബാധ്യതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ പറയും, ഒരാൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് മികവുറ്റതാക്കണം, അത് ഭംഗിയുള്ളതാക്കണം. എങ്കിൽ മാത്രമാണ് അയാളോട്, അയാളുടെ മുതലാളിയോട് കൂറ് കാണിക്കാൻ, സത്യസന്ധത കാണിക്കാൻ അയാൾക്ക് സാധിക്കുകയുള്ളൂ. ഇത് പഠിപ്പിച്ചത് 18-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ല, 2020-കളിലും 26-കളിലും വന്ന നിയമങ്ങളല്ല, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് സംസാരിക്കുകയാണ്. ഈ സംസാരം എങ്ങനെയാണ് സംഭവിക്കുന്നത്? വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വഹിയുമായി ജിബ്രീൽ കടന്നു വന്ന് പറഞ്ഞു കൊടുത്ത ദൈവിക ദർശനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ, മാനവികതകളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് എന്റെ സഹോദരങ്ങളോട്, സ്നേഹിതന്മാരോട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വലാഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിബീൻ വനസല്ലി വനസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണമെന്ന് രണ്ടാമതായും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ബാധ്യതകളെക്കുറിച്ചുമാണ് നാം സൂചിപ്പിച്ചത്. തൊഴിലാളിയായിരുന്നാലും മുതലാളിയായിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇനി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ജോലിക്ക് സ്വഹാബികളായ ആളുകൾ വീട്ടിൽ നിന്ന് ദീർഘമായി യാത്രകൾ ചെയ്ത് ജോലിക്ക് പോകുമ്പോൾ സ്വഹാബ വനിതകൾ ഭർത്താക്കന്മാരോട് പറയാറുണ്ടായിരുന്ന ഒരു വാചകമുണ്ട്. അവരെ യാത്രയേക്കാൻ അവരുടെ കൂടെ വീടിന്റെ പുറത്തേക്ക് വരെ കടന്നു ചെന്നിട്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് സ്വഹാബ വനിതകൾ പറയുമായിരുന്നു, വിശപ്പ് പട്ടിണി ഞങ്ങൾക്ക് എത്രയുണ്ടെങ്കിലും ഞങ്ങൾ സഹിക്കാം, എന്നാൽ അള്ളാഹുവിന്റെ നരകത്തെ, തീജ്വാലകളെ ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാനാവില്ല എന്ന് പറഞ്ഞ, നിങ്ങൾക്ക് ജോലിയൊന്നും ചെയ്ത് കൂലിയൊന്നും കൂടുതൽ കിട്ടിയിട്ടില്ലെങ്കിലും ഉള്ളത് കൊണ്ട് നമുക്ക് പട്ടിണി കിടന്ന് ജീവിക്കാം, ഞങ്ങൾക്കത് സന്തോഷമാണ്. എന്നാൽ ഞങ്ങളെ തൃപ്തിപ്പെടുത്താൻ കള്ളത്തരം കാണിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹറാമായ മുതലുകൾ ഞങ്ങൾക്ക് കൊണ്ടൊന്നും തരരുത്, അത് നരകത്തെ ഞങ്ങൾക്ക് സഹിക്കാനാവില്ല എന്ന് സ്വഹാബ വനിതകൾ സ്വഹാബികളോട് പറഞ്ഞേക്കുമായിരുന്നുവെന്ന് നമുക്ക് വായിക്കാൻ കാണാൻ കഴിയും. ഒരു ചെറിയ ന്യൂനത പോലും ജീവിതത്തിൽ ഹറാമായ രൂപത്തിൽ ഉണ്ടാകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ സക്കാത്ത് മുതലിൽ നിന്ന് കുറച്ച് ഒരു ഈത്തപ്പഴം എടുത്ത് വായിലേക്കിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടികളുടെ വായിലേക്ക് വിരലിട്ട് അത് തിരിച്ചെടുക്കൽ. കുട്ടികൾ ഉമ്മയുടെ അടുക്കലേക്ക് കരഞ്ഞു പോകുമ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട് ആയിഷ ബീവിയോട്, അവരുടെ കരള് പറിച്ചെടുക്കുന്ന വേദന എനിക്കുണ്ടായി, പക്ഷേ അതിനേക്കാളേറെ ഞാൻ ഭയപ്പെട്ടത് അവരുടെ വയറ്റിൽ കത്തിയെരിയുന്ന നരകത്തിന്റെ തീജ്വാലകളെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഹറാമായ മുതലുകൾ നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഗൗരവം എല്ലാവരും
മുതലാളിമാരായാലും തൊഴിലാളികളായാലും ഏത് സാമ്പത്തികമായി ശേഖരിക്കുന്ന അല്ലെങ്കിൽ കരസ്ഥമാക്കുന്ന ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളായിരുന്നാലും അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗനീമത്ത് സ്വത്ത്. യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ഗനീമത്ത് സ്വത്ത് മദീനത്തെ പള്ളിയിൽ കൂമ്പാരമായി കിടക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ അടുത്തിരുന്ന് കരയും. അപ്പൊ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കും, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പൊ അദ്ദേഹം പറയും, എന്റെ അനുയായികൾ എത്ര സത്യസന്ധരാണ്, എത്ര മാർഗങ്ങൾ അവർക്ക് എടുക്കാനുണ്ടായിട്ടും ഒന്നുപോലും കവർന്നെടുക്കാതെ അത് മുഴുവൻ ഇവിടെ എത്തിച്ച് ഈ ബൈത്തുൽ മാലിലേക്ക് കൊണ്ടുവന്ന എന്റെ അനുയായികൾ എത്ര സത്യസന്ധരാണ് എന്ന് ആലോചിച്ചതുകൊണ്ടാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പൊ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമീർ വിശ്വസ്തനായാൽ അനുയായികളും വിശ്വസ്തനാവില്ലേ എന്ന് അദ്ദേഹം ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശ്വസ്തത എന്ന് പറയുന്നത് വിശ്വാസികളുടെ മുഖമുദ്രയാണ്. അത് ഒരിക്കലും ആ വിശ്വസ്തതയ്ക്ക് ഒരു പോറലേൽക്കാൻ, ഒരു കളങ്കമേൽക്കാൻ, എന്തെങ്കിലും ഒരു ന്യൂനത സംഭവിക്കാൻ പാടില്ല എന്നത് നാം ഈ ഒരു സന്ദർഭത്തിൽ ഗൗരവമായി കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഞ്ചിക്കുന്നവൻ, വഞ്ചകൻ നമ്മിൽപ്പെട്ടവനല്ല, അവൻ വിശ്വാസിയല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വഞ്ചന എന്ന് പറയുന്നത്, ചതി, കള്ളത്തരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ അജണ്ടയിലും നിലപാടുകളിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് നാം ഓർക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.